നാളെ സംഭവബഹുലമായ രംഗങ്ങളൊക്കെയാണ് ബിഗ് ബോസിനകത്ത് അരങ്ങേറുന്നത്. നമ്മുടെ ജാസ്മിന്റെ വാപ്പ ഇന്നലെ അല്ല ഇന്ന് ബിഗ് ബോസ് അതിനകത്ത് കയറിയിട്ടുണ്ട്. അവിടെ കുറെ കാര്യങ്ങളൊക്കെ നടന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പൊ അതേക്കുറിച്ചൊക്കെ സംസാരിക്കാനുണ്ട്. വീഡിയോ അതിന് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ട് നമുക്ക് അതേക്കുറിച്ച് സംസാരിക്കാം. അപ്പോ എല്ലാവരും നമ്മള് കാത്തിരുന്നൊരു നിമിഷം എന്നല്ലേ ജാസ്മിന്റെ വാപ്പ എന്നാണ് ബിഗ് ബോസ് അതിനകത്ത് കയറുന്നത്. ജാസ്മിൻ അതെ കുറെ ദിവസം കൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഇന്ന് എന്തായാലും വീട്ടിനകത്ത് കയറിയത് മാത്രമല്ല കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നാണ് കേൾക്കുന്നത്. ഇതൊരു 100% കൺഫേംഡ് ആയ ന്യൂസ് അല്ല. ആദ്യമേ തന്നെ അത് പറയാം. കാരണം നമുക്ക് കുറെ ന്യൂസുകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട് ബിഗ് ബോസ് സംബന്ധമായ. ചിലതൊക്കെ ശരിയുള്ളതാണ്, ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അത് ശരിയും അല്ലാത്ത കാര്യങ്ങളാണ്. ഓൾറെഡി തന്നെ ഇന്നലെ നമ്മുടെ അപ്സരയുടെ കാര്യം തന്നെ, അപ്സരനെ തല്ലി, ജാസ്മിനെ തല്ലി പുറത്താക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അവസാനം എല്ലാവരും ലൈവിനകത്ത് അത് കാണാൻ വേണ്ടി കാത്തിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല, ഒന്നും കണ്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിതൊരു കൺഫേംഡ് ആണെന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു കാര്യം കേൾക്കുന്നുണ്ട്, എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എന്താണെന്നുള്ള ക്ലാരിറ്റി അതിന് കുറവാണ്. എന്തായാലും ജാഫർക്ക്, അതായത് ജാസ്മിന്റെ വാപ്പ ഇന്ന് എന്തായാലും ബിഗ് ബോസ് ഹൗസിനകത്ത് കയറിയിട്ടുണ്ട്. അവിടെ കുറച്ച് വാക്കുതർക്കമൊക്കെ ഉണ്ടായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് നമ്മുടെ ഗബ്രിയെ ചൊല്ലി കുറച്ച് വാക്കുതർക്കമൊക്കെ ഉണ്ടായി. പിന്നെ ഫോട്ടോ എന്തോ മറ്റോ എടുത്ത് കീറി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അത് എത്രമാത്രം ശരിയാണെന്നൊന്നും അറിയത്തില്ല. ഇതൊക്കെ കേൾക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ ആരും വഴക്ക് പറയരുത്, ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട്. ഞാൻ കേൾക്കുന്ന കാര്യമാണ് പറയുന്നത്, അല്ലാതെ ഇത് കൺഫേംഡ് അല്ല. പിന്നെന്താണ്, ഈ ഓൾറെഡി ഇന്നലെയും ഇവരുടെ നമ്മുടെ ജാസ്മിൻ ആണെങ്കിൽ ഈ ഗബ്രിയുടെ ഫോട്ടോ എടുത്തിട്ട് കരയുന്ന സീനൊക്കെ കാണുന്നുണ്ട്. ഈ വാപ്പയും ഉമ്മയും വന്നില്ല എന്നുള്ള സങ്കടം കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഉപ്പാടെയോ ഉമ്മായുടെയോ ഫോട്ടോ എടുത്ത് നിങ്ങൾ എന്നാ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ എന്നുള്ള അങ്ങനത്തെ ഒരു ടോക്ക് ഒന്നും ജാസ്മിന്റെ ഭാഗത്തില്ല. എപ്പോഴും ഗബ്രി എടാ നീ ഉണ്ടായിരുന്നെങ്കിൽ അത്, നീ ഉണ്ടെങ്കിൽ മറ്റേതിന്റെ മറിച്ചത്, ഗബ്രി മറിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെ ഒരു ടോക്ക് മാത്രമാണല്ലോ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജാസ്മിന്റെ വാപ്പയ്ക്ക് അത് ചിലപ്പോ ഇഷ്ടം തോന്നിക്കാണില്ല. അങ്ങനെ ഒരു മോൾ ഇങ്ങനെ എപ്പോഴും ഒരു ചെറുക്കന്റെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ 24 മണിക്കൂറും കരച്ചിലും പിഴിച്ചിലും ആണ്. ഓൾറെഡി ഗബ്രി പുറത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു റിലേഷനേ അല്ല എന്നുള്ളത്. അപ്പൊ പിന്നെ എന്തായാലും ഒരു വാപ്പയ്ക്ക് എന്തായാലും ദേഷ്യം വരും അല്ലേ. അപ്പൊ അതേ ചൊല്ലി എന്തായാലും എന്തൊക്കെ നടന്നിട്ടുണ്ട് അവിടെ. ഓൾറെഡി വാപ്പയ്ക്ക് വരാൻ താല്പര്യമില്ലായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ എല്ലാവരും നിർബന്ധിച്ചിട്ടാണ് ബിഗ് ബോസ് അതിനകത്ത് കയറ്റിയതിന് ശേഷം വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടന്നു കാണാം. അല്ലെങ്കിൽ ജാസ്മിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ സംസാരം വന്നു, ജാസ്മിനോട് ഭയങ്കര കരച്ചിലാണ്, ഓൾറെഡി അവർക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് സത്യം എന്ന് അറിയത്തില്ല. എന്തായാലും ജാസ്മിന്റെ വാപ്പ അകത്ത് കയറിയിട്ടുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ എന്തൊക്കെ സംസാരം നടന്നിട്ടുണ്ട്. പക്ഷെ അതിനകത്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമായിട്ട് നടന്നുള്ളത് വ്യക്തതയില്ല. ഞാൻ അറിഞ്ഞൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ള ന്യൂസ് കിട്ടുവാണെങ്കിൽ ഞാൻ അതിൽ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.